2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിജയിയുടെ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. സത്യത്തിൽ താരം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സംശയത്തോടെയാണ് പ്രധാന പാർട്ടികൾ നിരീക്ഷിക്കുന്നത് എന്നു തന്നെ പറയാം. ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയുടെ TVK പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് ഇന്ന് ഉയരുന്നത്. സേവന പ്രവർത്തനങ്ങൾ സജീവമായിരുന്ന വിജയിയുടെ ആരാധകരുടെ കൂട്ടായ്മയാണ് താരം പുതിയ രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റിയത്. തമിഴക വെട്രിക്കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ഫെബ്രുവരി 2-ന് പാർട്ടി പ്രഖ്യാപിച്ച വിജയ് കഴിഞ്ഞ ദിവസം ഈ പേരിൽ ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരുന്നു. ഭാഷാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തമിഴക വെട്രിക്കഴകം എന്നത് തമിഴക വെട്രിക് കഴകം എന്നാക്കിയിരിക്കുന്നത്. വിജയുടെ പാർട്ടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് നടനും സംവിധായകനുമായ സമുദ്രകനി അറിയിച്ചിട്ടുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം താൻ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് വിജയ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ന് പാർട്ടി ഭാരവാഹികളുടെ സുപ്രധാന യോഗം വിളിച്ച കാര്യവും വിജയ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് രാവിലെ 9-നായിരുന്നു യോഗം. സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് യോഗത്തിൽ സംബന്ധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യം യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. സുപ്രധാന തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മത്സരിക്കാതിരിക്കുന്ന TVK ആർക്ക് പിന്തുണ നൽകുമെന്നത് നിർണായകമാണ്. അത് BJPക്കാണോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന് വാർത്താ ഏജൻസിയായ IANS നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് വിജയോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കളോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിൽ BJP ആണ് എന്ന് AIADMK നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിജയ് പലപ്പോഴും തന്റെ സിനിമകളിലൂടെ വിമർശിച്ചിട്ടുണ്ട്. ആർക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്നും വിജയ് പ്രവർത്തനം തുടങ്ങിയ ശേഷം വിലയിരുത്താമെന്നുമാണ് DMK നേതാക്കളുടെ പ്രതികരണം. അതേസമയം ഇളയ ദളപതി വിജയ് സിനിമാ കരിയറിന് അവസാനമിട്ടിരിക്കുകയാണ്. ഇനി 2 ചിത്രങ്ങളിൽ മാത്രമേ താരത്തെ കാണാനാവൂ. വിജയുടെ കരിയറിലെ 68ാമത്തെ ചിത്രമാണ് ഇനി വരാനുള്ളത്. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആരാധകർ വളരെ വേദനയോടെയാണ് വിജയ് അഭിനയം ഉപേക്ഷിക്കുന്നതായുള്ള വാർത്തയിൽ പ്രതികരിച്ചത്. വിജയുടെ കരിയറിലെ അവസാന ചിത്രത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഇതോടെ ശക്തമായിരിക്കുകയാണ്. വിജയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി 69ാമത് ചിത്രം മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. RRR സിനിമയുടെ നിർമ്മാതാക്കളാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നാണ് സൂചന. അതേസമയം വിജയ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ശേഷം എനിക്ക് പേരും പെരുമയും എല്ലാം തന്ന തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമിഴ് സമൂഹത്തെയും എനിക്ക് കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്നത് എൻ്റെ ദീർഘകാല ആഗ്രഹവും അഭിലാഷവുമാണ്. പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുക എന്നുള്ളത് തിരുവള്ളുവർ വാക്യമാണെന്നാണ് രാഷ്ട്രീയ പ്രവേശനത്തിനു മുൻപ് വിജയ് പറഞ്ഞത്. ഏതായാലും വിജയ് പ്രതീക്ഷകളൊന്നും കൈവിടുന്നില്ല എന്നതാണ് സത്യം.